ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രോബബിലിറ്റീൻ്റെ പ്രോബ്ലം പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തത്, ഒരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ലി കേസസ് ആണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രകാരം ടോട്ടൽ കേസസ് എന്താണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്താണെന്നും ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് ഫേവറബിൾ കേസസ് ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വലി ലൈക്ലി കേസസ്. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇനി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1 ആണ്. ഈ 1 എങ്ങനെയാണ് കിട്ടുന്നത്? 1 ഈക്വൽ ടു P plus Q. 1 equal to P plus Q. So, what is P and what is Q? P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഇവൻറ്റ്. ആ ഫേവറബിൾ കേസസ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ P കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ Q അതിന് ഓപ്പോസിറ്റാണ്. ആ ഇവൻറ്റ് സംഭവിക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് Q എന്ന് പറയുന്നത്. അപ്പോൾ P plus Q സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനുമുള്ള സാധ്യത കൂടി ചേർന്നതാണ് ടോട്ടൽ പ്രോബബിലിറ്റി 1 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഇവൻറ്റ് അല്ലെങ്കിൽ ഫേവറബിൾ കേസസ് P കിട്ടിയാൽ അത് വരാതിരിക്കാനുള്ള നോട്ട് ഗെറ്റിംഗ് ആൻ ഇവൻറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് P ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇത് വെച്ച് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് 10 ബ്ലാക്ക് ആൻഡ് 20 വൈറ്റ് ബോൾസ്, എ ബ്ലാക്ക് ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ ബ്ലാക്ക് ബോൾ? അപ്പോൾ ഒരു ബാഗ് നിറയെ ബോൾസ് ആണ്. അതിൽ 10 ബ്ലാക്ക് ബോളും 20 വൈറ്റ് ബോളും ഉൾപ്പെടുന്നു. അതിൽ ഒരു ബോൾ നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബ്ലാക്ക് ബോൾ ആവാനുള്ള സാധ്യതയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണ്. അതിനുശേഷം ഫേവറബിൾ കേസസ് അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുന്നത് ഈ ബാഗിനകത്ത് 10 ബ്ലാക്ക് ബോളും 20 വൈറ്റ് ബോളുമാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 + 20 അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് അല്ലെങ്കിൽ ടോട്ടൽ ബോൾസ് എന്ന് പറയുന്നത് 10 + 20 ദാറ്റ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. ഇനി ഇതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസസ് എത്രയാണ്? ബ്ലാക്ക് ബോളാണ് വരാനുള്ള സാധ്യത ചോദിച്ചത് അല്ലേ. അപ്പോൾ അതിൽ ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത് 10 എണ്ണമാണ്. സോ ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 30 എന്ന് കിട്ടി. ദെൻ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് അല്ലെങ്കിൽ ഫേവറബിൾ കേസസ് 10 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റീൻ്റെ ഇക്വേഷൻ എന്താണ് പറയുന്നത്? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണ്. ഇവിടെ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 30. 10 ഡിവൈഡഡ് ബൈ 30 ഈക്വൽ ടു 1/3 എന്ന് കിട്ടും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഈക്വൽ ടു 1/3 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ, 10 ബ്ലാക്ക് ബോളിൽ നിന്നും ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള സാധ്യത നമ്മൾ കണ്ടുപിടിച്ചു. 1/3 ആണത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ എങ്ങനെയായിരിക്കും കാണേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ. അപ്പോൾ എന്ത് ചെയ്താൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത് ഇക്വേഷൻ പ്രകാരം? P കിട്ടിയാൽ 1 - P കാണുകയാണെങ്കിൽ നമുക്ക്
പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ കിട്ടും അല്ലേ. അപ്പം അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഈക്വൽ ടു ക്യൂ എന്ന് എഴുതാം. എങ്ങനെയാണ് ക്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി ആണ്. പി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 1 മൈനസ് 1/3. അപ്പോൾ എത്ര കിട്ടും? 2/3 എന്ന് കിട്ടും. അപ്പോൾ 1/3 നമുക്ക് കിട്ടാനുള്ള സാധ്യതയാണെങ്കിൽ ബാക്കി 2 ആയിരിക്കും അത് കിട്ടാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, 1 മൈനസ് 1/3 ആണ് നോട്ട് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ. ഉത്തരം എന്ന് പറയുന്നത് 2/3 ആണ്. അപ്പോൾ 2/3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ചില കേസിൽ ഇങ്ങനെ വന്നാൽ ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. അപ്പോൾ 1 മൈനസ് 1/3 അതെങ്ങനെയാണ് 2/3 കിട്ടുന്നത്? ആദ്യം ഈ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 3 3 എന്ന് കിട്ടും അല്ലേ. 3 മൈനസ് 1. ഇപ്പോൾ 3 കിട്ടി. അതിൽ നിന്നും ഈ 1 മൈനസ് ചെയ്യാം. അപ്പോൾ 3യിൽ നിന്നും 1 മൈനസ് ചെയ്താൽ 2 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എടുത്തെഴുതാം. അപ്പോൾ 2/3 അല്ലേ. ആദ്യം 1 × 3 ദെൻ 3 മൈനസ് 1. ഓക്കെ, ഉത്തരം 2/3 എന്ന് കിട്ടും.